ഹായ്, പുതിയ വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വാഴ റിവ്യൂലോട്ടാണ്. ഡയറക്ടർ ആനന്ദ് മോഹൻ, റൈറ്റർ വിപിൻ ദാസ്. ഇത് കണ്ടിട്ട് കിഡിലൻ പടം. പണ്ടത്തെ ഒരു ശൈലിയാണ്, വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നത്. അതും ഈ ഒരു സിനിമയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതും വാഴയുമായിട്ട് നല്ല കണക്റ്റായിട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോട്ടിലോട്ട് പോവുകയാണെങ്കിൽ, ഒരു കുട്ടി ജനിച്ചിടം തൊട്ട് ആ കുട്ടി ഒരു 30 ആ ഒരു മിഡ് ക്ലാസ് ലെവലിൽ ആവുന്നിടം വരെയുള്ളൊരു കഥയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. തുടക്കം തൊട്ട് അത് വളർന്ന് വരുന്ന ആ 30 ഏകദേശം 25-30 ആ വയസ്സിൻ്റെ ഇടയ്ക്ക് വരെ കാണിക്കുന്ന രീതി കറക്റ്റ് രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് തുടക്കത്തിൽ കാണിക്കുന്നുണ്ട് ഒരു 3 തരം പിള്ളേരുണ്ട്. ഒന്ന് അച്ഛനെയും സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് ജോലിയാക്കി പോകുന്നവർ, രണ്ടാമത് അച്ഛൻ്റെ പ്രഷർ, വീട്ടുകാരുടെ പ്രഷർ കാരണം പഠിച്ച് ജോലിയാക്കുന്നവർ, പിന്നെ ഇത് രണ്ടിലും പെടാത്തവർ. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പടം എനിക്ക് നല്ല രീതിയിൽ കണക്ട് ആക്കിയിട്ടുണ്ട്. ഇവർ വിജയിച്ചേക്കുന്നത് അത് തന്നെയാണ്. ഈ ഇപ്പോഴത്തുള്ളൊരു ചെറുപ്പക്കാരുണ്ട്, ഇപ്പം ജോലിയും അല്ലെങ്കിൽ ഇപ്പം സ്ഥിരമായിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ കേൾക്കുന്നത് ഒരു ഇതുണ്ട്, ഒരു നാണക്കേട്ട പരിപാടികളൊക്കെ ഉണ്ട്. അത് ഇപ്പം ഞാനും ഇതേപോലെ കേട്ടോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പം ജോലിയുടെ പ്രശ്നം തന്നെ വെച്ചായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് രീതിയിൽ നമുക്കത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും, നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ഉണ്ടല്ലോ, അങ്ങനെ തോന്നും. അത് കറക്റ്റ് രീതിയിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 5 ഫ്രണ്ട്സിൻ്റെ കഥയാണ് പറയുന്നത്. ആ 5 ഫ്രണ്ട്സ് അവരെങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ ആ സ്കൂൾ കാലഘട്ടം തൊട്ട് എങ്ങനെ ഉണ്ടായെന്ന് വരെ ഇതിനകത്ത് കാണിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്ന ജോമോൻ ജ്യോതിർ, സിജു സണ്ണി, അറിയാത്ത 3 പേരുണ്ട്. ഇവരുടെ കഥയെന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടതാണ് ഇവരുടെ കൊച്ചുനാളി തൊട്ടുള്ള കാര്യങ്ങൾ. അതിനകത്ത് അവരുടെ ആ ബോഡി ലാംഗ്വേജ് വെച്ച് കറക്റ്റ് ആൾക്കാരെ അതിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചു പിള്ളേർ തൊട്ട് വളർന്നു വരുന്ന രീതി വരെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ആ കൊച്ചു പരുവം തൊട്ടുള്ള കാസ്റ്റിങ് എടുത്തു പറയേണ്ടതാണ്. അവർക്കിടയിൽ ആ പിള്ളേർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമുക്കും ഓർമ്മ വരുന്നുള്ള കാര്യമാണ് നമ്മൾ ഈ സിപ്പപ്പ് ഇതൊക്കെ മേടിക്കാൻ പോകുന്നത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മേടിക്കുന്നത്. അതൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കണ്ടിപ്പോൾ നമ്മുടെ പഴയ കാലഘട്ടങ്ങൾ ഓർമ്മ വരും. പിന്നെ അവർ വളർന്ന് ഒരു ലെവൽ എന്ന് വെച്ചാൽ പഠിക്കുന്ന ഒരു എഞ്ചിനീയറിങ്ങിന് പോകുന്ന ആ ഒരു സമയം വരെയുള്ള കാര്യങ്ങൾ നല്ല അടുക്കായിട്ട് പോയിട്ടുണ്ട്. പറയേണ്ടതാണ് ഈ 5 ഫ്രണ്ട്സിൻ്റെ പേരൻസിൻ്റെ കാര്യം, വീട്ടിലെ ബുദ്ധിമുട്ട് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അവരുടെ മെയിൻ ക്യാരക്ടറൊക്കെ അവരുടെ റോൾ ചെയ്തേക്കുന്നത് അച്ഛന്മാരുടെ ആ ഫ്രണ്ട്സിൻ്റെ അച്ഛന്മാരുടെ റോൾ ചെയ്തേക്കുന്നത് കോട്ടയം നസീർ കിടലിനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അസീസ്, നോബി, പിന്നെ ജഗദീഷിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നു പോയി വരുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ ഒരു ഇമോഷൻ സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റവരുടെ നോബിയുടെയും അസീസിൻ്റെയൊക്കെ ഇമോഷൻ കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ ചിലയിടത്ത് എനിക്ക് ഇതിനകത്ത് കണക്റ്റ് ആവാതെ പോയെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഒരു പ്രായത്തിൽ എല്ലാവരും കാണുന്നതായിരിക്കും, CD-യുടെ കഥ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് എല്ലാവരും പരീക്ഷിച്ചിട്ടുണ്ടാവും, നമ്മളും പരീക്ഷിച്ചിട്ടുണ്ടാവും, ഞാനത് ഇവിടെ പറയുന്നില്ല. അതേപോലെ ഇവരും അതേപോലെ പരീക്ഷിക്കുന്ന സമയത്ത് എന്താ കറണ്ട് പോകുന്നൊരു സീനുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്ന ഒരു കഥയുണ്ട്. അത് എനിക്കത്ര എന്ന് വെച്ചാൽ പിന്നെ ഒരാൾക്ക് പണി കൊടുക്കുന്ന രീതിയിൽ പിന്നെ പോകുന്ന ഒരു സീനുണ്ടല്ലോ, അത് എനിക്കത്ര കണക്റ്റ് ആയില്ല. അത് ഒരു മാതിരി ഒരു വല്ലാതെ കയറ്റിയതിൻ്റെ കൂട്ട്, അത്രയും ഭാഗം കൊണ്ട് വല്ലാതെ കയറ്റിയതിൻ്റെ കൂട്ട് തോന്നി. അതിന് വേറെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് നടന്നെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ അതിനകത്ത് സിജു സണ്ണിയുടെ ഒരു ലവ് സ്റ്റോറി കാണിക്കുന്നുണ്ട്. അതത്ര സക്സസ് ആവാതെ പോകുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. അതിനകത്ത് അവർ രാത്രി കറങ്ങാൻ ഇറങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനകത്ത് സ്ഥിരമായിട്ട് ഇപ്പോൾ രാത്രിയിൽ അങ്ങനെ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരൊരു ചായയും ഇതും കാണിക്കുന്നുണ്ട്, പാർലേജിയുടെ ബിസ്ക്കറ്റുമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി അവിടെയും കൊണ്ടുവരായിരുന്നു. പക്ഷേ അത് മോശമാണെന്നല്ല. പിന്നെ കോമഡി കിഡിലനായിട്ട് എല്ലായിടത്തും വർക്കായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ നല്ല കോമഡി, ചിരിച്ചു മറിയാനുള്ള കോമഡി ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്നത് സീരിയസ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരാളുടെ അപമാനവും ഒക്കെ എങ്ങനെ, അത് കറക്റ്റ് എനിക്കത് നല്ല രീതിയിൽ എനിക്ക് കണക്റ്റ് ആവുന്നുണ്ട്. ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ഇത് കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. എനിക്ക് നല്ല രീതിയിൽ എല്ലാ ഭാഗവും, ആംഗിൾ ഷോട്ട് ആയാലും ഡയറക്ഷൻ ആയാലും മ്യൂസിക് എടുത്ത് പറയണ്ടേ, മ്യൂസിക് ആയാലും ആ ഓരോ കാലഘട്ടം പോകുന്ന മ്യൂസിക് ആയാലും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കാനുള്ളൊരു ശ്രമത്തിലാണ് നിർത്തിയേക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇറക്കുവാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ക്ലിക്കാവും. കാരണം പടം വേറെ ലെവലിൽ പോയിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ചിരിച്ച് മറിയാനും ജീവിതം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രായത്തിലേക്കുള്ള ഒരു ഇപ്പം നിലവിൽ ഒരു 25-30 വയസ്സിൽ ഉള്ളവർക്ക് ഇപ്പം ഇപ്പം സമൂഹത്തിൽ നിന്നും പേര് കേട്ടോണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പോയി ഇതൊന്ന് കണ്ടു നോക്കാം. എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടമായി. കോമഡിയും പിന്നെ സീരിയസ് ആയിട്ടുള്ള കാര്യവും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ആ കോട്ടയം നസീറിൻ്റെ വൈഫായിട്ട് ചെയ്ത ഒരു
പുള്ളിക്കാരിയുണ്ട്. പുള്ളിക്കാരി കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു വീട്ടിൽ നടക്കുന്ന കുറച്ച് സിറ്റുവേഷൻ നടക്കുന്നുണ്ട്. കറക്റ്റ് അതേപോലെ അച്ഛനെ അടിക്കുന്നതും ആ കാര്യങ്ങളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് കൊച്ചിയിലെയൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ അമ്മയുടെ അഭിനയം, ആ കോട്ടൻ നസീറിൻ്റെ വൈഫായിട്ടുള്ള അഭിനയം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ജോമോൻ ജ്യോതിറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ജലസിംഹത്തിനകത്തൂടെ ഞാൻ കാണുന്നത്. പക്ഷേ പുള്ളിയുടെ കൈ കൊടുത്ത പുള്ളിയുടെ കയ്യിൽ സേഫാണ്. പുള്ളിക്ക് ഒരു റോൾ കൊടുത്താൽ പുള്ളിയെ സേഫാണ്. എനിക്കത് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഇതിനകത്തായാലും പുള്ളി സീരീസും അതേപോലെ തന്നെ കോമഡിയും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ വർക്കൗട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണാടി വെച്ചൊരു പുള്ളിക്കാരൻ്റെ പേര് എനിക്കറിയത്തില്ല. നല്ല രീതിയിൽ പുള്ളിക്കാരൻ്റെ ഇമോഷനെയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിരിച്ച് മറിയാനാണെങ്കിൽ പോയി തിയേറ്ററിൽ തന്നെ പോയി എൻജോയ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.